നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാനേ ഇപ്പൊ പോട്ടെ. ആരും വരില്ല. നീ കുറച്ചു നേരം കൂടി ഇവിടെ അടുത്ത് നിൽക്ക്. ഗൗതം പ്ലീസ് പ്ലീസ്. പ്രിയങ്ക അഭിനയിക്കാൻ പോകുന്നല്ലോ. എനിക്കോ കണിമംഗലത്തുകാർക്കോ ഒരു കുറവും തോന്നില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പ്രിയങ്കോട് പറഞ്ഞു, ആറ്റുവശ്ശേരി കുടുംബത്തിന്റെ സമ്മതത്തോടെ അല്ലാതെ ഇതിനിറങ്ങി തിരിക്കാൻ പാടില്ലെന്ന്. ഇനിയിപ്പോ നിങ്ങൾ തീരുമാനിക്കും. അല്ല, പ്രിയങ്കമ്മോളുടെ ജാതകം പണ്ട് നോക്കിയപ്പോ ഒരു വലിയ കലാകാരി ആകുമെന്ന് തന്നെയാ. അതിന് ഞങ്ങൾക്ക് വേറെ മാർഗമൊന്നും അറിയില്ലായിരുന്നു. ദേവേട്ട എന്താ പറയുന്ന? മോൻ ഇങ്ങനെയൊക്കെ തീരുമാനിച്ച സ്ഥിതിക്ക് അച്ഛാ, പ്രിയങ്ക പൊയ്ക്കോട്ടെ. അവൾക്ക് അവളുടെ ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ലല്ലോ. മോനിപ്പോ സംസാരിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായി. വീട്ടിലേക്ക് വന്നു കയറിയ മരുമകൻ എന്ന നിലയ്ക്ക് ഈ ഹൃദയവിശാലത കണ്ടില്ല എന്നടിക്കാൻ പറ്റില്ല. എല്ലാം നിങ്ങളുടെ തീരുമാനം പോലെ നടക്കട്ടെ. അച്ഛൻ പേടിക്കുന്ന ഒന്നും ഉണ്ടാവില്ല. അച്ഛൻ നോക്കിക്കോ, എല്ലാവർക്കും അഭിമാനിക്കാവുന്ന അവസ്ഥയിലേക്ക് ഞാൻ വളരും. പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട്. അഭിനയിക്കാൻ പോകുന്ന സ്ഥലത്ത് പ്രിയങ്ക മോൾക്കൊരു കൂട്ട ആവശ്യമുണ്ട്. അതിനൊക്കെ ഇൻഡസ്ട്രിയില് ഒരുപാട് ആളുകളുണ്ട്. ആളുകളൊക്കെ ഉണ്ടാവും, പക്ഷെ അത് പോരാ. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്റെ സഹായിയായി രാധിക മോള് കൂടെ ഉണ്ടായിരിക്കണം. എന്തിനാ അത്? എവിടെ പോയാലും ഇവളെങ്ങനെ കൂടെ വിടുന്നത്? അമ്മ ഉണ്ടായിരിക്കെ. പ്രിയങ്ക മോള് പോകുന്ന സ്ഥലത്ത് എനിക്കൊരു ധൈര്യം കിട്ടണമെങ്കിൽ രാധിക മോള് അവളുടെ കൂടെ ഉണ്ടാവണം. വരുന്നു, മനസ്സിലായോ? ആ, അതിനിപ്പോ എന്താ വെച്ചാ, രാധികം കൂടെ പറട്ടെ. സന്തോഷമുള്ള കാര്യല്ലേ? അല്ലച്ചാ, എനിക്ക് മ്യൂസിക് സ്കൂളിലൊക്കെ പോകാനുള്ളതല്ലേ. എടോ, അത് തന്റെ അനിയത്തിക്ക് വേണ്ടിയല്ലേ? ആ, നമുക്കൊന്നും ബുദ്ധിമുട്ടാന്നേ. അപ്പോ നമ്മൾ ആ കാര്യങ്ങൾ തീരുമാനിച്ചു. പ്രിയങ്ക സിനിമയിൽ അഭിനയിക്കുന്നു. ഓ, ഭർത്താവിന്റെ അസുഖം മാറിയപ്പോ എന്നെ പൂർണ്ണമായിട്ട് മറന്നു. അതായിരുന്നില്ല നമ്മൾ തമ്മിലുള്ള വാക്ക്. എന്നെ പ്രണയിക്കാൻ ഇഷ്ടം പോലെ പെൺകുട്ടികളുണ്ടായിരുന്നു. നേരിട്ട് പ്രകടിപ്പിച്ചവർ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ അവരെ എല്ലാം ഞാൻ തള്ളി മാറ്റിയത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാ. നമ്മളെ ഒന്നിച്ച് ജീവിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാ. എന്നിട്ട് എന്റെ മനസ്സ് മാറിയെന്ന് ഗൗതം എങ്ങനെ തീരുമാനിച്ചത്? സൂര്യ എഴുന്നേറ്റ് നടന്നു, അത് സത്യം. പക്ഷെ എഴുന്നേറ്റ് നടന്ന സൂര്യ എന്നെ ഇപ്പൊ കാണുന്നത് ശത്രുവായിട്ടാ. ആ ശത്രുവിന്റെ കൂടെ എന്നിട്ട് ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഉദ്ദേശം നമ്മൾ തീരുമാനിച്ചത് തന്നെയാ. കണിമംഗലത്തെ സമ്പത്ത്, അത് കഴിഞ്ഞ് നമ്മൾ ഒന്നിച്ചുള്ള ജീവിതം, അതിലൊരു മാറ്റവും വരില്ല ഒരു കാലത്ത്. എനിക്കതില് അല്പം വിശ്വാസക്കുറവുണ്ട്. അത് ഞാൻ എന്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്ന പോരെ? കൽപ്പന, അതെ, പ്രണയിക്കാൻ നടക്കുന്ന പെൺകുട്ടികളുടെ കാര്യം പറഞ്ഞത് സീരിയസ് ആയിട്ടാണോ
അതോ എന്നെ വേദനിപ്പിക്കാനാണോ? അവഗണിക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയില്ലേ? നിന്നെ വിട്ടുപോകാൻ എന്നെ കൊണ്ട് പറ്റില്ല, ഒരിക്കലും പറ്റില്ല കൽപ്പന. ഗൗതം, സ്വപ്നങ്ങൾക്ക് അവധി കൊടുക്കാന്നൊരു പ്രയോഗമുണ്ട്. തൽക്കാലം നമുക്ക് രണ്ടുപേർക്ക് ഇപ്പൊ അതേ പറ്റൂ. ജീവിച്ചു തുടങ്ങിയാ പിന്നെ തിരിഞ്ഞു നോക്കരുത്. ഈ ലോകത്ത് ഏറ്റവും സന്തോഷിക്കുന്ന ജോഡികളായിരിക്കണം നമ്മള്. അതിനുവേണ്ടി കുറച്ചുകൂടി ക്ഷമിച്ചൂടെ? ക്ഷമിക്കാം. താണാർന്നിരുന്നേച്ച സൂര്യയെ മാനസികമായി കൊല്ലാൻ എളുപ്പമായിരുന്നു. പക്ഷെ അതിപ്പോ അത്ര നിസ്സാരമല്ല. ഞാൻ ചില പ്ലാനുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വിശദമായിട്ട് ഞാനത് പിന്നെ പറയാം. ഞാനേ ഇപ്പൊ പോട്ടെ. ആരും വരില്ല. നീ കുറച്ചു നേരം കൂടി ഇവിടെ അടുത്ത് നിൽക്ക് ഗൗതം, പ്ലീസ്. പ്ലീസ്. ആരാ അത്? എന്താ സൂര്യ? ആരാ ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് മാറിയത്? ഞാനൊന്നും കണ്ടില്ലല്ലോ. അല്ല, ആരാ ഇപ്പൊ ഇവിടെ നിൽക്കുന്ന പോലെ ഞാൻ കണ്ടതാ. അവിടെ ആരോ ഉണ്ട്, ഞാനൊന്ന് നോക്കിട്ട് വരാം. സൂര്യ, അവിടെ നിക്ക്. എന്തു പറ്റി? അല്ല, സൂര്യ കണ്ടു എന്ന് പറയുകയാണെങ്കിൽ ഇന്നാളത്തെ പോലെ വല്ല കുറുവാ സംഘവും മറ്റാണോ? ഒരു ദിവസം അവര് കണിമംഗലത്ത് കയറിയെന്ന് വെച്ച് അവരോട് സ്ഥിരതാമസമൊന്നും അല്ലല്ലോ. ഞാനൊന്ന് നോക്കിട്ട് വരാം. സൂര്യ, വേണ്ട പ്ലീസ്. സൂര്യക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ പറയുന്നത്. വേണമെങ്കിൽ ഞാൻ അച്ഛനെയോ വരുണിനെയോ വിളിക്കാം. സൂര്യക്ക് തോന്നിയ സംശയം നമുക്ക് എല്ലാവർക്കും കൂടെ നോക്കാം. സൂര്യ, ഞാൻ സൂര്യയോടുള്ള സ്നേഹം കൊണ്ടാ പറയുന്നത്. സൂര്യക്ക് എന്നെ വിശ്വാസമില്ലേ? എനിക്കെല്ലാവരെയും വിശ്വാസമാണ്. എന്നെ ചതിക്കാത്ത എല്ലാവരെയും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.